ട്രംപ് രാവിലെ ഉറക്കമെണീച്ച ശേഷം ഓരോ രാജ്യത്തെ അങ്ങനെ ലക്ഷ്യമിടുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യയാണല്ലോ അതിന്റെ ഇര. ഇന്ത്യക്ക് 50%-ലധികം തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇന്ത്യ എന്തായാലും ഈ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കിയ ആ രീതിയിലേക്ക് പോകുമോ? തിരിച്ച് അമേരിക്കയ്ക്ക് അങ്ങ് തീരുവ ചുമത്തുക അല്ലെ? ആ രീതിയിലേക്ക് മാറുമോ? ഇന്ത്യക്ക് മുന്നിൽ പല വഴികളുണ്ട്. ഈ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും പരസ്പരം ഈ പറഞ്ഞതുപോലെ ഒരു താരിഫ് യുദ്ധം, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, അങ്ങോട്ടുള്ള കയറ്റുമതിക്ക് ഈ തീരുവ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഇന്ത്യയും തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടും, വർദ്ധിപ്പിക്കും. ഒന്നത്. രണ്ട്, നിലവിൽ അമേരിക്കൻ വിപണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചൈനയുടെ തന്ത്രം അത് തന്നെയായിരുന്നു. ചൈന എന്തൊക്കെയാണോ അമേരിക്കൻ വിപണിയിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അത് ഒന്ന് അവിടെ നിന്നൊന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചു, ഏതാണ്ട് പകുതിയാക്കി അതിന് മറ്റു പല വിപണികളും കണ്ടെത്താനുണ്ടായി. ഇന്ത്യയായിട്ട് സൗഹൃദമായി, വിട്ടുവീഴ്ചയായി, അതുപോലെ തന്നെ മറ്റു പല ചെറിയ രാഷ്ട്രങ്ങളുമായിട്ടും ചൈനയ്ക്ക് നല്ല ബന്ധമാണുള്ളത്. ആ ചൈന എന്ത് ചെയ്തു? അങ്ങോട്ടേക്കൊക്കെ സാധനങ്ങൾ കൂടുതലായിട്ട് അയക്കണം. അപ്പോൾ ചൈനയുടെ കയറ്റുമതിയിൽ കുറവ് വരുന്നില്ല. അത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ കുറവ് വന്നെങ്കിലും ഇവിടുന്ന് മൊത്തത്തിൽ പോകുന്ന സാധനങ്ങൾ കുറവ് വന്നില്ല. അത് ഇവിടെ കെട്ടിക്കിടന്നില്ല, പകരം മറ്റു പല രാജ്യങ്ങളിലും അത് വിറ്റഴിച്ചു. അതേ തന്ത്രം തന്നെ ഇന്ത്യ പ്രയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് തുണി, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ തുണി പോകുന്ന, ഇന്ത്യയിൽ നിന്ന് തുണി പോകുന്നുണ്ട്. ഇത് ആ രംഗത്ത് ഇന്ത്യക്ക് വലിയ മത്സരമാണ് ബംഗ്ലാദേശുമായിട്ടും ചൈനയുമായിട്ടും ഉള്ളത്. അല്ല, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് അങ്ങനെ മത്സരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ അത്രയേ ഉള്ളൂ ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ശ്രമിച്ചാലും എത്ര വരെ പോകാൻ? പ്രൊഡക്ഷൻ കുറവാണ്. അതേസമയം ചൈന അങ്ങനെയല്ല. ചൈന ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു രാഷ്ട്രമാണ്, അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു നേട്ടമായി മാറും. പക്ഷെ ഇന്നത്തെ നിലയ്ക്ക് ചൈന അമേരിക്കയുമായിട്ട് അങ്ങനെ ഒരു ഇതിന് പോയില്ല. കാരണം അമേരിക്കയുടെ ചതി എന്താണെന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കാൻ ചൈന തയ്യാറാകില്ല. പകരം ചൈനയും മറ്റു വഴികൾ തേടും. ഈ പറഞ്ഞതുപോലെ അമേരിക്കയിൽ അതുണ്ടാക്കാൻ പോകുന്ന പല പ്രതിസന്ധികളുണ്ട്. അതുപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഇപ്പം തന്നെ മോദി പറഞ്ഞു, വാരണാസിയിൽ എന്താ പറഞ്ഞത്? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, സ്വദേശി വസ്തുക്കൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വളരെ അത്യാവശ്യമാണ് അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, സംഘപരിവാർ സംഘടനയിലെ സ്വദേശി ജാഗരൺ മഞ്ച് എന്നൊരു ക്ഷേത്രമുണ്ട്, ഒരു സംഘടനയുണ്ട്. അവർ വളരെ പണ്ടു തൊട്ടേ സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വദേശി വൽക്കരണം വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവർ അതിലൊട്ടൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ വാരണാസിയിൽ വെച്ച് ഈ അമേരിക്കയുടെ ഭീഷണി മറികടക്കാൻ വേണ്ടി നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ്. ലോകരാഷ്ട്രങ്ങൾ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കണം. അപ്പോൾ അവരോടും അമേരിക്കയോടും യൂറോപ്പിനോടും ചൈനയോടും ഒക്കെ ചില മത്സരങ്ങളൊക്കെ ആകാമെങ്കിലും വിട്ടുവീഴ്ചകളും വേണ്ടിവരും. ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയിരിക്കും ഇന്ത്യ. അങ്ങനെ ഒരു ഇന്ത്യ പോലെ ഒരു മാർക്കറ്റിനെ വെല്ലുവിളിച്ച് അമേരിക്കയ്ക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല. അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് ഇന്ത്യയും ചൈനയും തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് എന്നല്ല ഒരു രാഷ്ട്രങ്ങൾക്കും ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്നാൽ അത്രയും വലിയ മാർക്കറ്റാണ് ഈ ഇന്ത്യയും ചൈനയും. ചൈനയ്ക്ക് തദ്ദേശീയമായ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അത് മറികടന്നുകൊണ്ട് ചൈന അതിനപ്പുറത്തേക്ക് പോയി, അതിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചൈന അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്പിനോ ഒന്നും ആ തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്ത് അവരെ സഹായിക്കാൻ വേണ്ടി പോകില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ചൈനയുടെ വിപണി ഇവർക്കായിട്ട് തുറന്നു കൊടുക്കാനും പോകുന്നില്ല പൂർണ്ണമായിട്ടും. പക്ഷേ ഭാഗികമായിട്ടെങ്കിലും ഇവരുമായിട്ട് പിണങ്ങണ്ട, അവരെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ പല ഉൽപ്പന്നങ്ങളും അവർ വാങ്ങുന്നതാണ്. അതുകൊണ്ടൊരു കൊടുക്കൽ വാങ്ങൽ ധാരണ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ഇന്ത്യയും ചെയ്തിരുന്നത്. അതിലിപ്പോൾ ഇന്ത്യ മാറ്റം വരുത്തും. ഈ
അമേരിക്കയിലേക്ക് അയക്കുന്ന സാധനങ്ങൾക്ക് മറ്റു പല സ്ഥലത്തും വിപണി കണ്ടെത്തുകയും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയെ വലിയൊരു തോതിൽ കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. അമേരിക്കയെ പോലെ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ പോലൊരു ഒരു എന്താ പറയുക, ഒരു വലിയ വിപണിയോട് അത്തരത്തിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും എന്ന് കരുതാൻ വയ്യ. അല്ല, ചൈനയിൽ അമേരിക്ക നാണം കെട്ട് പിന്നോട്ട് പോവുകയാണ് അതെ ചെയ്യുന്നത്. അതെ, അപ്പോൾ അത് തന്നെ സംഭവിക്കും ഇന്ത്യയോട്. അവസാനം അത് എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞ് മൈ ഫ്രണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ചൈനയോടും അത് തന്നെയല്ലേ നാണം കെട്ട് പിൻവാങ്ങിയത്. അതുപോലെ ഇന്ത്യയോടും നാണം കെട്ട് പിൻവാങ്ങാനുള്ള സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് എത്ര ദിവസത്തിനകം സംഭവിക്കും എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രതിസന്ധി കടന്നാൽ പോലും, ഈ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ഉള്ള ആ സൗഹൃദം പുനഃസ്ഥാപിച്ചാൽ പോലും അമേരിക്കയിലെ പ്രതിസന്ധി തീരുന്നില്ല. അമേരിക്ക വലിയ തോതിൽ പല കാര്യങ്ങൾക്കായിട്ട് വലിയ വില കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയും അവിടുത്തെ അരക്ഷിതാവസ്ഥയും, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ ആനുകൂല്യങ്ങൾ വല്ലതും നിർത്തലാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഗവൺമെൻറ്റിന് അത് സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ അതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? അതൊരു വലിയ ചോദ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞ് ക്ഷേമ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ? ഒരു രാഷ്ട്രത്തിനും അത് പറ്റില്ല. അങ്ങനെ ചെയ്താൽ ആ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ വികാരം ഉയർന്നു വരും. അവിടെ ജനവിരുദ്ധ വികാരം ഉയരും. അതുകൊണ്ട് ട്രംപിനെന്നല്ല ഒരു ഭരണാധികാരിയും പെട്ടെന്ന് അതൊന്നും ചെയ്യില്ല. പകരം അതൊക്കെ വൈകിപ്പിക്കും, വിതരണം ചെയ്യുന്നതിൽ കുടിശ്ശിക ആക്കും. അല്ലേ? ഇപ്പം നമ്മൾ കേരളത്തിൽ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ എല്ലാം കുടിശ്ശികയല്ലേ. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കും. ഇവിടുന്ന് ആ സമയത്ത് പെട്ടെന്ന് ഇവിടുന്നൊക്കെ കുറേ കടമൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ചെയ്ത് ആ പണം അങ്ങ് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഈ ചെപ്പടി വിദ്യകൾ കാണിച്ച് അമേരിക്കൻ ജനതയെ പറ്റിക്കാനും അവരെ എന്താ പറയുക, തൻ്റെ വശത്താക്കി നിർത്താനുമേ ട്രംപ് ശ്രമിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യയോട് കണ്ണുരുട്ടുന്നതും ചൈനയോട് മുഖം കറുപ്പിക്കുന്നതും ഒക്കെ. അതിനപ്പുറത്തോട്ട് ട്രംപിന് ഈ ചൈനയോടോ ഇന്ത്യയോടോ ഒന്നും അങ്ങനെ പിണങ്ങാനും ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ കർക്കശമായ നിലപാടുകൾ എടുക്കാനും ഒന്നും സാധിക്കില്ല. അതിനുള്ള ഒരു കരുത്ത് ഇന്ന് അമേരിക്കയ്ക്ക് ഇല്ല. അതൊരു സത്യമാണ്. പക്ഷേ ഇത് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്നല്ല സാധാരണക്കാരൊക്കെ അയ്യോ അമേരിക്കയുടെ ഇടയാണോ? അമേരിക്ക വലിയ സംഭവമായിരുന്നു പണ്ട്. ഇപ്പോഴും അമേരിക്ക വലിയ സംഭവമൊന്നുമല്ല. എങ്കിൽ പിന്നെ ട്രംപ് വന്ന ഉടനെ എന്തിനാണ് ഈ US എയ്ഡുകൾ വെട്ടിക്കുറച്ചത്? ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന എയ്ഡുകൾ വെട്ടിക്കുറച്ചത് എന്തിനാണ്? പാകിസ്ഥാന് കൊടുത്തിരുന്ന സഹായങ്ങളൊക്കെ നിർത്തലാക്കിയത് എന്തിനാണ്? പറയുമ്പം പേര് പറയും അത് ഭീകരതയ്ക്കെതിരായ യുദ്ധം, ഇന്ത്യയോടുള്ള സൗഹൃദം എന്നൊക്കെ പറയും. അടിസ്ഥാനപരമായിട്ട് അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം എയ്ഡുകളും ക്ഷേമ ആനുകൂല്യങ്ങളും ഒക്കെ നൽകുന്നതിൽ ഭയങ്കരമായ കർക്കശമായ നിയന്ത്രണം അമേരിക്ക കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ താരിഫ് യുദ്ധത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇന്ത്യയോട് ഇടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ചൈനയോട് എങ്ങനെയാണോ നാണം കെട്ട് വിട്ടുവീഴ്ച ചെയ്തത്, അതുപോലെ ഇന്ത്യയോടും നാണം കെട്ട് ഇന്ത്യ വരയ്ക്കുന്ന വരയിലേക്ക് അമേരിക്കയ്ക്ക് വന്നു നിൽക്കേണ്ടി വരും. ട്രംപിന് തലയും താഴ്ത്തി മുട്ടുമടക്കി ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും.